സ്വന്തം നാട് വിട്ട് പുറത്തേക്ക് പോകുന്ന എല്ലാവരുടെയും കഥ ഒന്നായിരിക്കണമെന്നില്ല. സമ്പന്നരുടെ ആഡംബരം തേടി വിദേശത്തേക്ക് ചേക്കേറിയവർ ന്യൂനപക്ഷം മാത്രമായിരിക്കും. ഭൂരിഭാഗം പ്രവാസികളും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അന്യനാട്ടിൽ ഉപജീവനം തേടുന്നവരായിരിക്കും. ഇവരുടെ ജീവിതങ്ങൾ ആരുമറിയാത്ത കാണാപ്പുറങ്ങൾ മാത്രമായിരിക്കും. എന്നാൽ ഇത്തരത്തിൽ വിദേശത്ത് ബുദ്ധിമുട്ടുന്ന മലയാളികൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ പ്രവാസി ക്ഷേമനിധി ബോർഡ് നടപ്പാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് പ്രവാസി പെൻഷൻ. വിദേശ രാജ്യങ്ങളിൽ അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച റിട്ടയർമെന്റ് സേവിങ്സ് പദ്ധതിയാണ് പ്രവാസി പെൻഷൻ പദ്ധതി. താഴ്ന്നതോ ഇടത്തരം വരുമാനമോ ലഭിക്കുന്ന ആളുകൾക്ക് കേരള പ്രവാസി വെൽഫെയർ ബോർഡ് വഴി പെൻഷൻ ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവാസി ക്ഷേമനിധി ബോർഡ് 2008 ആരംഭിച്ച പദ്ധതിയിൽ ഇതുവരെ 8 ലക്ഷത്തോളം പ്രവാസികൾ അംഗങ്ങളായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. 2014 മുതൽ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള പദ്ധതിയിൽ ചേരുന്നതിന് ചില നിബന്ധനകളുമുണ്ട്. അവ എന്തൊക്കെയെന്ന് അറിയാം. വിവിധ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികൾ 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയവർ, അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ എന്നിവർക്കാണ് പദ്ധതിയിൽ ചേരാനുള്ള അവസരമുള്ളത്. നിലവിൽ 18നും 60നും ഇടയിൽ പ്രായമുള്ള ഈ നിബന്ധനകൾ പാലിക്കുന്ന ആർക്കും പദ്ധതിയിൽ ചേരാവുന്നതാണ്. പ്രവാസി പെൻഷനുമായി ബന്ധപ്പെട്ട നിലവിലെ നിയമം അനുസരിച്ച് 5 വർഷത്തേക്ക് 21,000 രൂപയാണ് ഒരാൾ അടയ്ക്കേണ്ടത്. ഇപ്പോഴത്തെ പെൻഷൻ തുക അനുസരിച്ച് 3,500 രൂപ വീതം ഒരു വർഷത്തേക്ക് 42,000 രൂപയോളം പെൻഷനായി ലഭിക്കും. മൊത്തം പ്രീമിയത്തെക്കാൾ കൂടുതൽ തുക ആദ്യ വർഷം തന്നെ ലഭിക്കും എന്നതാണ് ഈ പദ്ധതിയുടെ നേട്ടം. 5 വർഷത്തിൽ കൂടുതൽ കാലം കൃത്യമായി അംശദായം അടയ്ക്കുന്നവർക്ക് അധികമായി അടച്ച തുകയുടെ 3% കൂടുതൽ പെൻഷൻ ലഭിക്കും. 60 വയസ്സ് മുതൽ മരണം വരെയും മരിച്ചു കഴിഞ്ഞാൽ അനന്തരാവകാശിക്കും പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. ഓൺലൈൻ മുഖേന എവിടെ നിന്നും പദ്ധതിയിൽ അംഗമാകാം. പെൻഷന് പുറമെ ചികിത്സാ, വിദ്യാഭ്യാസം, വിവാഹ ധനസഹായങ്ങളും ഭവന വസ്തു വായ്പകളും തിരിച്ചെത്തിയ പ്രവാസികൾക്ക് പുനരധിവാസ പദ്ധതിക്കുള്ള സാമ്പത്തിക സഹായവും ക്ഷേമനിധി ബോർഡ് നൽകുന്നുണ്ട്. ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയവർക്ക് നാട്ടിൽ നിന്നും തുക അടച്ച് 5 വർഷം പൂർത്തിയാക്കാനുള്ള സൗകര്യവും ഉണ്ടാവും. പ്രവാസി ക്ഷേമനിധിയിൽ അംഗമാകുന്ന വിദേശ ഇന്ത്യക്കാർ മാസത്തിൽ 350 രൂപ വീതം അടയ്ക്കണം. തിരിച്ചെത്തിയവരും അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും 200 രൂപ വീതവും പ്രീമിയം അടയ്ക്കണം. ഇത് മാസത്തിൽ ഒരിക്കലോ 5 വർഷത്തേക്ക് ഒന്നിച്ചോ ബാങ്ക് മുഖേന അടയ്ക്കാം. 5 വർഷം അംശാദായം അടച്ചവർക്ക് 60 വയസ്സ് പൂർത്തിയായാൽ പെൻഷന് അപേക്ഷിക്കാം. വിദേശ ഇന്ത്യക്കാർക്ക് നിലവിൽ 3,500 രൂപയും മടങ്ങിയെത്തിയവർക്കും കേരളത്തിന് പുറത്ത് രാജ്യത്ത് തന്നെ ഉള്ളവർക്ക് 3,000 രൂപയാണ് നിലവിൽ പെൻഷനായി നൽകി വരുന്നത്. ഓൺലൈൻ വഴിയാണ് ഇത് അപേക്ഷിക്കേണ്ടത്. 60 വയസ്സ് പൂർത്തിയായിട്ടും ഗൾഫിൽ തുടരുന്നവർക്കും പെൻഷന് അർഹതയുണ്ട്. അംഗങ്ങൾക്കുള്ള പ്രയോജനങ്ങൾ: ക്ഷേമനിധിയിലേക്ക് 5 വർഷത്തിൽ കുറയാത്ത കാലയളവിൽ തുടർച്ചയായി വിഹിതം അടച്ച അംഗങ്ങൾക്കും 60 വയസ്സ് പൂർത്തിയാക്കിയ അംഗങ്ങൾക്കും പെൻഷൻ. 5 വർഷത്തിൽ കുറയാതെ സംഭാവനകൾ അടച്ച അംഗത്തിന്റെയോ അംഗത്തിന്റെ മരണത്തെ തുടർന്നുള്ള കുടുംബ പെൻഷൻ. അപകടമോ അസുഖമോ മൂലം ഒരു അംഗത്തിന്റെ മരണത്തിന് സാമ്പത്തിക സഹായം. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിച്ച അംഗങ്ങളുടെ ചികിത്സയ്ക്കുള്ള സാമ്പത്തിക സഹായം. സ്ത്രീ അംഗങ്ങളുടെയും പെൺമക്കളുടെയും വിവാഹത്തിനും സ്ത്രീ അംഗങ്ങൾക്ക് പ്രസവാനുകൂല്യത്തിനും സാമ്പത്തിക സഹായം. പാർപ്പിട വീടുകൾ നിർമ്മിക്കുന്നതിനോ സ്ഥലവും കെട്ടിടവും വാങ്ങുന്നതിനോ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വേണ്ടി അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം അല്ലെങ്കിൽ വായ്പകൾ അല്ലെങ്കിൽ അഡ്വാൻസ്. അംഗങ്ങളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായം. പ്രശസ്തരായ വ്യക്തികൾക്ക് സ്വയം തൊഴിൽ സഹായം. സ്ഥിരമായ ശാരീരിക വൈകല്യം മൂലം ജോലിക്ക് പോകാൻ കഴിയാത്ത അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം. ആക്ട് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഏതെങ്കിലും കമ്പനിയിലോ സ്ഥാപനത്തിലോ സഹകരണ സൊസൈറ്റിയിലോ സ്ഥാപനത്തിലോ ഉള്ള സാമ്പത്തിക സഹായ നിക്ഷേപം എന്നിവ ലഭിക്കുന്നതാണ്.